السلام عليكم ورحمة الله. الحمد لله رب العالمين. الحمد لله الذي أنعمنا وأسعدنا بهذا الشهر المبارك، والصلاة والسلام على رسوله الكريم القائل: يا أيها الناس توبوا إلى الله توبة نصوحا فإني أتوب في اليوم 100 مرة. اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാൻ അതിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അള്ളാഹു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. തഖ്വയോടെ, ധർമ്മനിഷ്ഠയോടെ, ഖുശൂഅ് ഭയഭക്തിയോടെ, ഇഹ്തിസാബ് പ്രതിഫലേച്ഛയോടെ, ഈമാൻ അങ്ങേയറ്റത്തെ വിശ്വാസ ദൃഢതയോടെ ഇസ്ലാമിക ജീവിതത്തിലെ വ്യത്യസ്ത കർമ്മങ്ങൾ നിർവഹിക്കുവാനും വരാനിരിക്കുന്ന പരലോക മോക്ഷം നേടിയെടുക്കുവാനും ഭാഗ്യം ലഭിക്കുന്ന മുവഹിദുകളായ മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖും നിഅമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ അവസാന സമയത്ത് ഇന്നത്തെ ഈ സമാപന ദീനി വിജ്ഞാന വേദിയിൽ അല്പസമയം റമദാനിന് ശേഷം, മാ ബഅദ റമദാൻ, റമദാനിന് ശേഷം എന്ന ചോദ്യത്തിന് നമ്മളും ഇസ്ലാമിക സമൂഹവും നമ്മുടെ കുടുംബവും ഒക്കെ ഉത്തരം നൽകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു 3-4 പോയിന്റ് പ്രായോഗികമായ പ്രവർത്തന പദ്ധതിയായി പങ്കുവച്ച് ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ വിശുദ്ധ റമദാനിന്റെ ഈ ലാസ്റ്റ് മൂമെന്റിൽ, ആ റമദാനിന്റെ ഒരു ഫിനിഷിങ്ങിനോട് ചേർത്ത് വെച്ച് അല്പം സംസാരിച്ചാൽ, അല്ലെങ്കിൽ അല്പം നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം കണ്ടെത്തുവാനും കഴിയുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. പ്രധാനുഷ്ഠാനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ 11 മാസവും ചെയ്തു പോയ തെറ്റുകൾ പരിഹരിക്കാൻ പാകത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ, സുബഹി ബാങ്ക് മുതൽ മഗ്‌രിബ് ബാങ്ക് വരെ ഉപവാസം. ആ ഉപവാസത്തിലൂടെ ശരീരത്തിനും മനസ്സിനും സമ്പത്തിനും സംസ്കാരത്തിനും സംസാരത്തിനും ഒക്കെ ഏറ്റവും നല്ല അനുഭവങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ചെയ്ത തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ വ്രതം മതിയാകുന്നതാണ്. അതാണ് നമ്മൾ ആദ്യങ്ങളിൽ കേട്ട ഹദീസിൽ, മൻ സോമ റമളാന, ആരാണോ റമളാനിൽ നോമ്പനുഷ്ഠിച്ചത്, ഈമാൻ കൃത്യമായ വിശ്വാസം ഉണ്ടാകണം, വഹ്തിസാബൻ പ്രതിഫലേച്ഛയും ഉണ്ടാകണം, പ്രതിഫലം ലഭിക്കണം, റബ്ബിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം, പ്രതിഫല തൽപരതയും ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. പിന്നെ നോമ്പിൽ നമ്മൾ തറാവീഹ് നമസ്കാരം നിരന്തരമായി ശീലിച്ചു നിർവഹിച്ചു. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരാണോ പ്രതിഫലേച്ഛയോടെ വിശ്വാസ ബോധ്യത്തോടെ രാത്രി നമസ്കരിക്കുന്നത് എങ്കിൽ അവരുടെ ഈ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അങ്ങനെ ഡെയിലി നമ്മൾ നോമ്പും അതേപോലെ തന്നെ രാത്രി നമസ്കാരവും അതിനിടയ്ക്ക് വിവിധ കർമ്മങ്ങളുമായി പാപങ്ങൾ പൊറുപ്പിക്കാൻ പാകത്തിലുള്ള നിരവധി കർമ്മങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് അവസാനത്തെ 10ലേക്ക് എത്തി. അവസാനത്തെ 10 ഒറ്റയിട്ട രാവ്, നിർണയത്തിന്റെ രാവ്. നിർണയത്തിന്റെ രാവെങ്ങാനും നമുക്ക് ലഭിച്ചു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത് നമുക്ക് നൽകുന്നത്. 21-ാം രാവും അതേപോലെ തന്നെ 23-ഉം 25-ഉം 27-ഉം ഇനി 29 ലഭിക്കുകയാണെങ്കിൽ, ഒറ്റയിട്ട രാവ് കിട്ടിക്കഴിഞ്ഞാൽ 83 വർഷത്തിലധികം കർമ്മങ്ങൾ ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. ഒരൊറ്റ റക്അത്ത് നിസ്കരിച്ചാൽ 83 വർഷത്തിലധികം റക്അത്ത് നമസ്കരിച്ച പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ആയുഷ്കാലത്തിനപ്പുറം ലഭിക്കുന്ന പരലോക മോക്ഷത്തിന്റെ വലിയ സാധ്യതയെ വരുതിയിൽ വരുത്തി എന്നാണ് അതിന്റെ അർത്ഥം. ഏതായിരുന്നാലും ആ രാവ് കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി നമുക്ക് ലഭിക്കുന്നത് മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവിടെയും ഈമാൻ, ഇഹ്തിസാബ്, ഈ 2 പദങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഈമാൻ, വിശ്വാസം ഉണ്ടാകണം. വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തു പോയാൽ പോരാ. എന്റെ റബ്ബിന് ഞാനിതാ സർവാത്മന സമർപ്പിതനായി സൽക്കർമ്മം ചെയ്യുകയാണ്, ഇന്ന കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇന്ന കണ്ടീഷൻ പാലിച്ചു കഴിഞ്ഞാൽ ഇന്ന നേട്ടം ഐഹികമായും പാരത്രികമായും എനിക്ക് ലഭിക്കുമെന്ന ഇന്റൻഷൻ, നിയ്യത്ത്, വിചാരം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇഖ്ലാസ്, ആത്മാർത്ഥത ഉണ്ടാകണം. അതിന്റെ ഭാഗമാണ് ഇഹ്തിസാബ്, പ്രതിഫലേച്ഛ ഉണ്ടാകണം എന്ന് പറയുന്നത്. അപ്പൊ നിർണയത്തിന്റെ രാവിലും ഈമാനും ഇഹ്തിസാബും എന്ന പദാവലികൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആരെങ്കിലും നിർണയത്തിന്റെ രാവിനെ കഴിച്ചുകൂട്ടിക്കഴിഞ്ഞാൽ അവർക്കും ലഭിക്കുന്നത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്നാണ്. അപ്പൊ ആദ്യത്തെ മുൻകഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ആ 11 മാസം കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് ഈ ശഅബാൻ വരെ, ഈ റമദാനിന്റെ തൊട്ട് മുമ്പുള്ള ശഅബാൻ വരെ
നമ്മൾ വാക്കാലോ പ്രവർത്തിയാലോ ഏതെങ്കിലും തരത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം പൊറുപ്പിക്കാൻ നിർണയത്തിന്റെ രാവിലെ കഴിച്ചുകൂട്ടൽ മതിയാകും. മാത്രമല്ല, നിർണയത്തിന്റെ രാവ് ഇപ്പൊ 25 രാവായിരുന്നു എങ്കിൽ ആ 25ാമത്തെ രാവിന് തൊട്ട് മുമ്പുള്ള റമദാനിക ജീവിതത്തിൽ മനുഷ്യ സഹജമായി സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കപ്പെടും. അതാണ് അതിന്റെ ഹദീസിന്റെ അർത്ഥം. അതാണ് മുൻകഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 11 മാസങ്ങളിലും അതിനുശേഷം റമദാനിൽ ജീവിച്ചു മനുഷ്യരാണ്, മലക്കുകളല്ല. സ്വാഭാവികമായി സമ്പർക്കവും സംസാരവും ബന്ധങ്ങളും ഇടപാടുകളും അതേപോലെ സോഷ്യൽ മീഡിയയും അതല്ലാത്ത ഇടങ്ങളും ഒക്കെയായി മനുഷ്യന്റെ മനസ്സ് തെറ്റിലേക്ക് എന്ത് ചെയ്യും, തിന്മയിലേക്ക് പോകും. പക്ഷെ വീണ്ടും നമ്മൾ തിരിച്ചു പിടിക്കും. അങ്ങനെ ആ തിരിച്ചു പിടിക്കുന്നതിനിടയ്ക്ക് ഇനിയും വല്ല പാകപ്പിഴവും ഈ 25 നോമ്പ്, 27 നോമ്പ്, 29 നോമ്പിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിർണയത്തിന്റെ രാവ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ മുമ്പുള്ള റമദാനിക ജീവിതത്തിലെ രാപ്പകലുകളിൽ സംഭവിച്ചു പോയ മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളെ, ന്യൂനതകളെ, പോരായ്മകളെ പരമകാരുണ്യകരും മാപ്പ് നൽകുന്നവനുമായ പടച്ചിറപ്പ് നമുക്ക് പരിഹരിച്ച് നൽകുമെന്നാണ്. ഇനി നിർണയത്തിന്റെ രാവും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇസ്തിഅദാദ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫിത്ർ സക്കാത്ത് നിർവഹണത്തിലാണ്. അള്ളാന്റെ കാരുണ്യ വിശാലത നിങ്ങൾ നോക്കൂ. ഇനിയും നിർണയത്തിന്റെ രാവ് കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കാൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പടച്ചിറപ്പിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഈദ്ഗാഹുകളിലേക്ക് കൃത്യസമയത്ത് അതിന്റെ മുന്നോടിയായി കുടുംബത്തെയും കൂട്ടി ഈദ്ഗാഹിൽ പടച്ചിറപ്പിനെ തക്ബീറുകൾ ചൊല്ലി മഹത്വവൽക്കരിക്കുന്ന ആ ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലേക്കൊക്കെ മെല്ലെ മെല്ലെ നമ്മൾ അങ്ങനെ നടന്നെടുക്കുകയാണ്. അതിന്റെ ഭാഗമായി അതിന്റെ മുന്നോടിയായി നിർവഹിക്കപ്പെടേണ്ടതാണ് ഫിത്ർ സക്കാത്ത്. ആ ഫിത്ർ സക്കാത്ത് കൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വല്ല ഫോമും ഫില്ല് ചെയ്യും പോലെ കേട്ടോ എക്സോ നീറ്റ് എക്സാമോ അല്ലെങ്കിൽ മറ്റുള്ള പല പരീക്ഷകൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പല സംഗതികളും ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ കാണാം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്, അല്ലേ, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്, വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ അതേ ഒരു രൂപത്തിൽ അവസാനത്തിൽ എത്തുമ്പോൾ എല്ലാം കഴിഞ്ഞോ, തറാവി കഴിഞ്ഞു, അഥവാ തറാവി ഞാൻ ശേഷം അതിലേക്ക് ഞാൻ വരാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന തറാവിഹിന്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ വ്രതാനുഷ്ഠാനം, പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവസാനത്തിലെ ഫിത്ർ സക്കാത്ത് കൂടി നിർവഹിക്കുമ്പോൾ നിർണയത്തിന്റെ രാവും കഴിഞ്ഞ് പടച്ചിറപ്പ് ഇനിയും എന്തെങ്കിലും എന്നിൽ ബാക്കിയുണ്ടെങ്കിൽ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, നാവിൽ തത്തിക്കളിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇത് നിരന്തരമായി രാപ്പകൽ ഭേദമന്യേ യാത്രയിലും അല്ലാത്ത സമയത്തും പള്ളിക്കകത്തും പുറത്തും കച്ചവട സ്ഥലത്ത് ഇരുന്നിട്ടും ജോലിക്കിടക്കും ഒക്കെ എന്റെ നാവ്, എന്റെ മനസ്സ് അള്ളാഹുവെ ചെയ്തു പോയ തെറ്റ് എന്നെ കുറിച്ച് എനിക്കറിയാം, എന്നെ കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന്റെ അപ്പുറം ചില രഹസ്യങ്ങൾ എന്നെ കുറിച്ച് എനിക്കും നിനക്കും അറിയാം. ആ പാപക്കറകൾ കഴുകിക്കളയേണ്ടത് ഞാനാണ് റബ്ബേ, നിന്നിലേക്ക് ഇതാ നിരുപാധികം മടങ്ങുകയാണ് എന്നൊക്കെ മനസ്സിരുത്തിക്കൊണ്ട് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി നമ്മൾ അങ്ങനെ ചൊല്ലുണ്ടാവും. എങ്കിലും ഒരു ആദി പടച്ചറബ് ഇനിയും വല്ലത് ബാക്കിയുണ്ടാകുമോ എന്ന് വിചാരിക്കുന്നവരിലേക്ക് പടച്ചറബിന്റെ കാരുണ്യ ഹസ്തം, സവിശേഷ കർമ്മം, പിറന്നു വീണ കുഞ്ഞിനടക്കം നിർവഹിക്കപ്പെടേണ്ട ഫിത്ർ സക്കാത്ത് നിർവഹിക്കപ്പെടുന്നതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുഹറത്തൽ ലിസ്സായിമി മിനൽ ലഗ്വി വറഫതി വതുഅമത്തൽ ലിൽ മസാകീൻ. അതാണ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറയാൻ കാരണം. ഇതുകൂടി നിർവഹിച്ചിട്ടാണ് ഈദ്ഗാഹിലേക്ക് പോകുന്നത്. തുഹറത്തൽ ലിസ്സായിമി, ഫിത്ർ സക്കാത്ത് നിർവഹിക്കുമ്പോൾ നോമ്പുകാരനിൽ ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്യുകയാണ്. കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ, പൂർണ്ണമായ ശുദ്ധീകരണമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മിനൽ ലഗ്വി വറഫസി, വല്ല ധർമ്മവും വല്ല അനാവശ്യങ്ങളും വല്ല വാക്കിലോ നോക്കിലോ പ്രവൃത്തി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ അടക്കം തുഹറത്തൻ തത്ഹീർ, ശുദ്ധീകരിക്കുകയാണ്. മനസ്സ വാച കർമ്മണ ശുദ്ധീകരിക്കുകയാണ്. ആ ഫിത്ർ 2.25 കിലോന് അഥവാ അതിനെ മാറ്റി വെക്കുന്നതോട് കൂടിയിട്ട് അതേപോലെ വതുഅമത്തൽ ലിൽ മസാകീൻ, മിസ്കീനുകൾ, അഗതികൾ, നിരാലംബരായ മനുഷ്യരുടെ അന്നം ഉറപ്പുവരുത്തിയിട്ടാണ് ആഘോഷത്തിലേക്ക് പോകുന്നത്. അതാണ് ഇസ്ലാമിന്റെ ബ്യൂട്ടി. 2 ആഘോഷങ്ങളും കടന്നു വരുന്നത് മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. മദ്യവും അതേപോലെ ലഹരിയും അർമാദവും ഒക്കെയായി ആഘോഷങ്ങൾ കുടുംബത്തിനും സമൂഹത്തിനും ആഘോഷിക്കുന്നവർക്കും ഭാരമാകുന്ന ഒരു കാലത്ത് ഇസ്ലാമിക ഉമ്മത്ത് പ്രകൃതി മതമായ ഇസ്ലാമിന്റെ 2 ആഘോഷങ്ങൾ, ഈദുൽ അദ്ഹ ബലിപെരുന്നാള് ആഘോഷിക്കുമ്പോൾ ബലിമാംസം കൊടുക്കുകയാണ്, ഫിത്ർ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഫിത്ർ സക്കാത്തായി കോടിക്കണക്കിന് ടൺ കണക്കിന് അരി പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് എത്തുകയാണ്. മാനവികമായ കാരുണ്യത്തിന്റെ മനോഹരമായ നിമിഷമാണ് ഈദിന്റെ തൊട്ട് മുമ്പ് നമ്മൾ നോമ്പ് അവസാനിക്കുന്നതോട് കൂടിയിട്ട് നിർവഹിക്കപ്പെടുന്നത്. അപ്പൊ അതിൽ കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ ഉണ്ടാവുകയാണ്. ഇങ്ങനെ നമ്മൾ ഈദ്ഗാഹുകളിലേക്ക് പങ്കെടുക്കുമ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കുന്നതെല്ലാം കൊടുത്തു പടച്ചറബ് ഏറെക്കുറെ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന വിലയിരുത്തലാണ് ഈ അവസാന മണിക്കൂറുകളിൽ നിമിഷങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധത്തിൽ, നിസാബ് അനുസരിച്ച് സക്കാത്ത് കൊടുക്കുന്നതിൽ, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പഠിച്ചെടുക്കുന്നതിൽ, കുടുംബത്തിൽ വായിക്കള്ള
കുടുംബത്തെ വിളിച്ചുണർത്തിക്കൊണ്ട് ടീനേജ് പ്രായത്തിലുള്ള പെൺമക്കൾ, ആൺകുട്ടികൾ, യുവാക്കൾ, യുവതികൾ അവർക്കൊക്കെ ദീനീബോധം നൽകി രാജ്യത്തിനും സമൂഹത്തിനും മഹലിനും അതേപോലെ തന്നെ കുടുംബത്തിനും സഹജീവികൾക്കുമൊക്കെ ഉപകാരപ്പെടുന്ന മക്കളാക്കി, അംഗങ്ങളാക്കി കുടുംബത്തിൽ കൂടെ ജീവിക്കുന്നവരെ മാറ്റുക എന്ന ഒരു മാസത്തെ പരിശീലനത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ലയോ, സന്ദേശം ഉൾക്കൊണ്ടിട്ടില്ലയോ, ആത്മാവനുസരിച്ച് റമദാനെ ആചരിച്ചിട്ടില്ലയോ എന്ന ചിന്ത വരികയാണ് എങ്കിൽ അതിനുകൂടി ഈ അവസാന നിമിഷങ്ങളിൽ തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്തേണ്ട സമയമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പടച്ച റബ്ബിലേക്കും പടപ്പുകളിലേക്കും നിർവഹിക്കപ്പെടേണ്ട ഇസ്ലാമിക ജീവിതത്തിന്റെ പൂർണ്ണത നമ്മൾ നേടിയെടുത്തു എങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റമദാൻ കഴിഞ്ഞാലും ഈ ഒരു ജീവിതം നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയണം. കാരണം ഈ ജീവിതത്തിൽ അന്തസ്സുണ്ട്, ഇതിൽ ആഭിജാത്യമുണ്ട്, ഇതിലൊരു ഇസ്സത്തുണ്ട്, ഇതിലൊരു തെളിമയും തസ്കിയത്തുമുണ്ട്, ഇതിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമുണ്ട്, കുടുംബജീവിതത്തിൽ ചൈതന്യമുണ്ട്, മഹല്ലുകൾ സജീവമാകുന്നു. ലോകത്ത് കോടിക്കണക്കിന് പള്ളികളിൽ, ആഫ്രിക്കയാകട്ടെ, അമേരിക്കയാകട്ടെ, യൂറോപ്പാകട്ടെ, ഏഷ്യ ആകട്ടെ, കോടിക്കണക്കിന് മസ്ജിദുകളിൽ പടച്ച റബ്ബിന്റെ കലാം, റമദാനിൽ അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ കലാം പാരായണം ചെയ്യപ്പെടുകയാണ്. എല്ലാവരും അത് ഓതുന്നു, കേൾക്കുന്നു, രാത്രി നമസ്കാരം നിർവഹിക്കുന്നു. ഇങ്ങനെ പടച്ച റബ്ബ് നിശ്ചയിക്കപ്പെട്ടതിനോട് ചേർന്ന് നിൽക്കുവാൻ പറ്റുന്ന അസുലഭ അവസരമായി റമദാനിനെ മാറ്റിയെടുത്തു ഇസ്ലാമിക ഉമ്മത്ത്. ഇനി അത് പാടെ കൈയൊഴിച്ച് പരിതാപകരമായ അവസ്ഥയിലേക്ക് അതപ്പതിക്കാൻ പാടില്ല. അങ്ങനെ പലതും കണ്ടും കേട്ടും വായിച്ചുമാണ് നമ്മൾ റമദാനിലേക്ക് ഷഅബാനിൽ നിന്ന് എത്തിയത്. ഇനി ഷഅബാൻ കഴിഞ്ഞാൽ പിശാചുക്കൾ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മുടെ ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ പാടില്ല. നമ്മുടെ ചെയ്തുകൊണ്ട് നരകം ഓപ്പൺ ആകാൻ പാടില്ല. നമ്മുടെ ചെയ്തുകൊണ്ട് സ്വർഗം ക്ലോസ് ആകാൻ പാടില്ല. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ നിലവിൽ ചെയ്ത കർമ്മങ്ങളുടെ കണ്ടിന്യൂറ്റി ആൻഡ് കൺസിസ്റ്റൻസി എന്ന ഇംഗ്ലീഷിൽ പറയാം. അറബിയിൽ അതിന് ഇസ്തിഖാമത്ത് ആൻഡ് ഇസ്തിംറാർ എന്ന് പറയും. ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്ക് ഇസ്തിഖാമത്ത്, സ്ഥിരോത്സാഹം, അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. അതേപോലെ തന്നെ അതിന്റെ കണ്ടിന്യൂറ്റി, അതിന്റെ ഇസ്തിംറാറ്, അതിന്റെ തുടർച്ചയും ഉറപ്പുവരുത്താൻ കഴിയണം. അപ്പൊ അതിന് നമ്മൾ നിലനിൽക്കുകയും അതിനെ തുടരുകയും ചെയ്യണം. അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കുവച്ച ഹദീസിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുള്ള ഒരു മനസ്സും ആ ഒരു ചർച്ചയും ആസൂത്രണവും പ്രാർത്ഥനയും ഒക്കെയാണ് ഈ സമയത്ത് നമ്മൾ നടത്തേണ്ടത്. ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണം. കിട്ടിയ ഈ സന്മാർഗ സന്തോഷ സരണിയിൽ നിന്ന് മാർഗഭ്രംശം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയും റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് മിൻ ലദുൻക റഹ്മ, ഞങ്ങളുടെ ഹൃദയത്തിന് സന്മാർഗം മനസ്സിലായി, ഇസ്ലാമിക ആത്മീയ ആസ്വാദന ജീവിതത്തിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞ് അള്ളാഹു ഇനി ഇതിൽ നിന്ന് എന്നെ, മക്കളെ, ഇണകളെ നീ തെറ്റിച്ച് കളയരുതേ, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഹിദായത്ത്, നന്മയുടെ പാത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണം. മറ്റൊരു റിവായത്തിൽ വയാ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്ന നാഥ, സർരിഫ് ഖുലൂബനാ ഇലാ തുഅതിക്, നിന്നെ അനുസരിക്കുന്ന വിഷയത്തിൽ എന്റെ ഹൃദയത്തെ നീ കൈകാര്യം ചെയ്യണമേ എന്ന്. അപ്പൊ ഇങ്ങനെ നന്മക്ക് വേണ്ടി, അതിന് നിലനിൽപ്പിന് വേണ്ടി, ഹൃദയത്തിന് താളപ്പിഴകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി, വ്യതിചലനം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ പ്രവർത്തനവും ഉണ്ടാകണം, പ്രവർത്തന നൈരന്തര്യം ഉണ്ടാകണം, പ്രവർത്തനങ്ങളിൽ തുടർച്ച ഉറപ്പുവരുത്തണം, അതിൽ സ്ഥിരോത്സാഹം ഉണ്ടാകണം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹു വഇൻ ഖല്ല. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, പടച്ച റബ്ബിന് ഏറ്റവും പ്രിയങ്കരമായ കർമ്മം എന്ന് പറയുന്നത് അദ്വമുഹു, പതിവാക്കുന്ന കർമ്മങ്ങളാണ്. വഇൻ ഖല്ല, എണ്ണം കുറച്ച് കുറഞ്ഞാലും, ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞാലും, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ, ഗുണമേന്മ നഷ്ടപ്പെടുത്താതെ, പ്രതിഫലേച്ഛയും ഭക്തിയും സൂക്ഷ്മതയും ധർമ്മനിഷ്ഠയും അതിലെ പ്രാർത്ഥനയും നഷ്ടപ്പെടുത്തി കളയാതെ, എണ്ണം കുറഞ്ഞാലും കർമ്മങ്ങൾ നിങ്ങൾ അതിന്റെ കാമ്പും കാതലും ഉറപ്പുവരുത്തി തുടർന്നുകൊണ്ടിരിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അപ്പൊ അതിന്റെ ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് എണ്ണം അല്പം കുറഞ്ഞാലും കർമ്മങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ രാത്രി നമസ്കാരം എടുക്കാം. അപ്പൊ രാത്രി ഒരു മാസം 11 റക്അത്ത് പള്ളിയിൽ കുടുംബസമേതം ആവേശത്തോടെ ആത്മീയ നിറവോടെ ഒരുമിച്ചുകൂടി നമ്മൾ നമസ്കരിച്ചു എങ്കിൽ റമദാൻ കഴിഞ്ഞാലും രാത്രി നമസ്കാരമുണ്ട്. അതിന്റെ പേരുകൾ മാറുന്നു എന്നേ ഉള്ളൂ. ഒരേ നമസ്കാരം. ഇശാ ജമാഅത്ത് കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് റവാത്തിബ് നിസ്കരിച്ച് ഇശായിന് ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബിന് ശേഷം സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് ഇടയിൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിനാണ് ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം എന്ന് പറയാം. അത് വിശ്വാസികളുടെ ഗുണമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത്. പരമകാരുണികന് വിധേയപ്പെട്ട അടിമകളുടെ വിശേഷണം വിശകലനം ചെയ്യുന്നിടത്ത് 25-ാം അധ്യായം, റമദാനിലൊക്കെ നമ്മൾ കുറെ ഓതി തീർത്തല്ലോ, പാരായണം ചെയ്യുമ്പോൾ കണ്ണു
കൊടുത്ത് ഓതുമ്പോൾ കൽബിലേക്ക് ആയത്തിന്റെ ആശയം പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ആശയം ഇനി അവയവങ്ങളിലൂടെ പടച്ചറബിനുള്ള നന്ദി പ്രകാശനമായി പരിവർത്തിക്കപ്പെടണം. അപ്പൊ നമ്മൾ 25-ാം അധ്യായം ഫുർഖാൻ 114 അധ്യായങ്ങളൊക്കെ ഓതി തീർത്തവരും ഓതി തീർക്കാൻ ഇരിക്കുന്നവരും ഒക്കെ അധ്യായത്തിലെത്തുമ്പോൾ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, പടച്ചറബിന് സുജൂദിലായിട്ട് നിന്നുകൊണ്ട് രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ് ഇബാദുർ റഹ്മാൻ, അള്ളാഹ്ക്ക് വിധേയപ്പെട്ട അടിമകൾ എന്ന് പറയാം. മറ്റൊരു സൂറത്തിൽ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ, അവരത് ഉറക്കസ്ഥാനം വിട്ട് ഇങ്ങനെ അവരുടെ ശരീരം എഴുന്നേറ്റ് വരുന്നതാണ്. അള്ളാഹുലേക്കുള്ള ഭയഭക്തിയുടെയും സ്വർഗ പ്രതീക്ഷയുടെയും ഭാഗമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹത്തിന്റെ ഭാഗമായി കൊണ്ട് ഉറക്കസ്ഥലം വിട്ട് അവരുടെ ശരീരം എഴുന്നേൽക്കുന്നതാണ്, ഉയരുന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് റമദാനിൽ മാത്രമല്ല, റമദാൻ കഴിഞ്ഞാലും ഇതുണ്ടാകണം. അപ്പൊ അത് ഒറ്റയായിട്ട് അവസാനിപ്പിക്കുന്നത് കൊണ്ട് രാത്രി നമസ്കാരത്തിന് വിത്രി എന്ന് പറയും. രാത്രിയിലാണ് നമസ്കാരം എന്നതുകൊണ്ട് അതിന് ഖിയാമുൽ ലൈലി എന്ന് പറയും. റമദാനിൽ അത് നിർവഹിക്കുമ്പോൾ ഖിയാമു റമദാൻ അതല്ലെങ്കിൽ തറാവീഹ് 2 റക്അത്തോ 4 റക്അത്തോ നമസ്കരിച്ച് റെസ്റ്റ് എടുത്ത് വിശ്രമം എടുത്ത് നമസ്കരിക്കുന്നത് കൊണ്ട് വിശ്രമവേളകൾ എന്ന അർത്ഥത്തിലുള്ള തറാവീഹ് എന്ന് പ്രയോഗിച്ചു. ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അതാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ആ നമസ്കാരത്തിൻ്റെത്. അപ്പൊ അതിന് തഹജ്ജുദ് എന്ന് പറയും. അപ്പൊ ഇതിൽ നമ്മൾ കുടുംബത്തിൽ കുട്ടികളായിട്ട് പ്രായപൂർത്തി എത്തിയ മക്കളായിട്ടൊക്കെ പ്രത്യേകം ചർച്ച ചെയ്ത് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തിന്റെ വലുപ്പം മനസ്സിലാക്കിക്കൊണ്ട് ആ രാത്രി നമസ്കാരം ശവ്വാൽ മുതൽ ഇനി എങ്ങനെ നിർവഹിക്കണം എന്നതിൽ ഷുഡ് ബി ദേർ എ ക്ലിയർ ആൻഡ് പ്യൂർ പ്ലാൻ. മനസ്സിലായില്ലേ? കൃത്യമായൊരു പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. അതിൽ പ്രവാചകൻ പറഞ്ഞത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു റക്അത്തെങ്കിലും നിങ്ങൾ നിസ്കരിക്കണം എന്നാണ്. അതാണ് രാത്രി നമസ്കാരത്തിന്റെ വൈൻ ഖല്ല എന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കർമ്മം പതിവാക്കുന്ന കർമ്മമാണ് വൈൻ ഖല്ല. ഇനി അതിപ്പം കുറഞ്ഞു പോയാലും ആ 11 റക്അത്ത് ശീലിച്ച നമുക്ക് നമ്മുടെ മക്കൾക്ക് ഒരു റക്അത്തെങ്കിലും റമദാൻ കഴിഞ്ഞാൽ നമസ്കരിക്കാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഒരു മാസത്തെ രാത്രി നമസ്കാരം ഒരു ആവേശമായി പരിമിതപ്പെടും. അതൊരാവേശം മാത്രമാകും. അതല്ല, അവധാനതയോടെ ആത്മീയ നിഷ്ഠയോടെ അനുഷ്ഠാന പരതയോടെ ധർമ്മനിഷ്ഠയോടെ പടച്ചറബുമായുള്ള ബന്ധത്തെ പ്രതിഫലേച്ഛയും വിശ്വാസവും അടിസ്ഥാനപ്പെടുത്തി നിർവഹിക്കപ്പെട്ട 11 റക്അത്തുള്ള രാത്രി നമസ്കാരം അത് തുടരുകയും ചെയ്യും. ആ കണ്ടീഷൻ കൃത്യമായി പാലിച്ചാണ് ഒരു മാസം നിർവഹിച്ചത് എങ്കിൽ. മാത്രമല്ല, പ്രവാചകന്റെ ഹദീസും രാത്രി നമസ്കാരത്തെ കുറിച്ച് മാകാന യസീദു റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ, പ്രവാചകൻ റമളാനിലോ റമളാൻ അല്ലാത്ത കാലത്തോ 11 റക്അത്തിലധികം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. ഇത് തറാവീഹ് നിസ്കാരത്തിന്റെയും രാത്രി നമസ്കാരത്തിന്റെയും എണ്ണം പറയാൻ വേണ്ടി പകുതി ഭാഗമെടുക്കും. മനസ്സിലായില്ലേ? അത് മാകാന യസീദു റമളാന വലാ എണ്ണം പറയാൻ വേണ്ടി. പക്ഷേ റമളാൻ അല്ലാത്ത കാലത്ത് നിസ്കരിച്ചിട്ടുണ്ട്, ആ സുന്നത്ത് നമ്മൾ തുടരുക, അത് തുടരാൻ ശ്രമിക്കുകയുമില്ല. അപ്പൊ 11 റക്അത്ത് റമളാനിലോ റമളാൻ അല്ലാത്ത കാലത്തും എന്ന് പറഞ്ഞാൽ റമളാൻ അല്ലാത്ത കാലത്തും പ്രവാചകൻ നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി 11 നിർവഹിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും 1 റക്അത്ത്, അതല്ലെങ്കിൽ 3 റക്അത്ത്, അതല്ലെങ്കിൽ 5, 7, 9, മാക്സിമം 11. അപ്പൊ അതിന്റെ മിനിമം രൂപം, ഭക്തി കുറഞ്ഞ ഒരു രൂപം ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്തും കഴിഞ്ഞ് 1 റക്അത്ത് പ്രാരംഭ പ്രാർത്ഥന, ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, 1 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ടുക. ഇതൊക്കെ കുട്ടികളോട് ശീലിക്കാൻ പറയാ. മുതിർന്ന നമ്മൾ ദീനീ ബോധത്തോട് മാതൃക കുടുംബത്തിനും സമൂഹത്തിനും കാണിക്കേണ്ട നമ്മൾ അതിന്റെ പെർഫെക്റ്റ് ടൈം നമ്മൾ തെരഞ്ഞെടുക്കുക. അള്ളാഹു രാത്രിയുടെ അവസാന യാമങ്ങളിൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്, അഥവാ തഹജ്ജുദിന്റെ സമയത്ത്. അപ്പൊ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടാക്കുക. അപ്പൊ അതെങ്ങനെയാ സാധിക്കുക? അതിനാണ് ഒരു മാസം പടച്ചറബ് നമ്മെ അത്താഴത്തിന് എഴുന്നേൽപ്പിച്ച് പരിശീലിപ്പിച്ചത്. കണ്ടോ, എല്ലാ സിസ്റ്റമാണ് ഇസ്ലാമിൽ. അള്ളാഹു ഒക്കെ നമുക്ക് അനുകൂലമാക്കി തന്നിട്ടുണ്ട്. ഇനി മാറാൻ നമ്മൾ ഒരുക്കമുണ്ടോ എന്ന് അള്ളാഹ് നോക്കണത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ. ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും ഒരു ദാമ്പത്യത്തെയും ഒരു പിതാവിനെയും മാതാവിനെയും മകളെയും മകനെയും ഒരാളെയും പടച്ചറബ് തനിച്ചു മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. മാറണം, ഇന്നിന്ന രൂപത്തിൽ കർമ്മങ്ങൾ തുടരണം എന്ന രൂപത്തിൽ നമ്മൾ നിയ്യത്താക്കി അതിലേക്ക് ഇറങ്ങി വരാതെ ശ്രമിക്കാതെ അള്ളാഹ് എന്ത് ചെയ്യില്ല? അള്ളാഹ് മാറ്റൂല. അള്ളാഹ് നമുക്ക് അവസരം തരും, നമ്മളെ പരിശീലിപ്പിക്കാനുള്ള ചാൻസുകൾ നമുക്ക് തരും. ബാക്കി നമ്മൾ ചെയ്തു കൊള്ളണം. അപ്പൊ അള്ളാഹ് കൂടുതൽ തൗഫീക്ക് നമുക്ക് നൽകുമെന്നാണ് പറയുന്നത്. അത്താഴത്തിന് 4:30 മണിക്കും 5 മണിക്കും ഒക്കെ എഴുന്നേറ്റ് നമ്മൾ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ എഴുന്നേറ്റ് നമുക്ക് എന്തുകൊണ്ടും രാത്രി നമസ്കാരത്തിന് ഒരു 3 റക്അത്ത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് നിർവഹിക്കാൻ പറ്റും. ഈ റമളാനിക ജീവിതത്തിൽ അത്താഴ ടൈമിങ്ങിനെ കോൺഷ്യസ് ആയി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പൊ അതാണ് ഒന്ന് രാത്രി നമസ്കാരം. അപ്പൊ നമ്മൾ തഹജ്ജുദായിട്ട് നിർവഹിക്കുക, എന്നിട്ട് പടച്ചറബിനോട് തേടുക. രാത്രിയുടെ അവസാന യാമങ്ങളിൽ അള്ളാഹു 1-ാം ആകാശത്തേക്ക് വന്ന് ചോദിക്കുക, എന്നോട് പാപമോചനം തേടുന്നവരെവിടെ? ഞാൻ അവർക്ക് പാപമോചനം നൽകുന്നതാണ്. എന്നോട് ആഗ്രഹം ചോദിക്കുന്നവരെവിടെ? ഞാൻ അവർക്ക് ആഗ്രഹ സഫലീകരണം നൽകുന്നതാണ് എന്ന് പടച്ചറബ് ചോദിക്കുമെന്നാണ്. അപ്പൊ ഇത് റമളാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ
കിട്ടണം. റമദാൻ കഴിഞ്ഞിട്ടും റമദാൻ കാലത്തും ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന പരീക്ഷണവും പ്രയാസമൊക്കെ നമുക്കറിയാം, പശ്ചിമേഷ്യയും അതല്ലാത്ത ഇടങ്ങളിലുമൊക്കെ. അപ്പൊ നാം പറഞ്ഞു വരും, അള്ളാന്റെ സപ്പോർട്ടും സഹായവും സംരക്ഷണവും നമുക്ക് ആവശ്യമുള്ള ഒരു കാലത്തും ലോകത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് റമദാനിൽ അടുത്തതുപോലെ പടച്ചറബിലേക്ക് അടുത്തുകൊണ്ടേ അതിജീവനം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് രാത്രി നമസ്കാരം നമ്മൾ നിലനിർത്തുക. കുട്ടികളോട് പറയുക, ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ മതി. തറാവിയിൽ 11 റക്കാത്തൊക്കെ പോയി നിസ്കരിച്ചില്ല, ഇനി മോള് ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ മതി എന്ന് പ്ലസ് ടുവിനും കോളേജിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്ത് അങ്ങനെ വീട്ടിൽ ഒരു ദീനി നിഷ്ഠയുടെ ഒരു പ്രാഥമിക രൂപം രാത്രി നമസ്കാരത്തിന്റെ വിഷയത്തിൽ കണ്ടിന്യൂ ആക്കി, അത് കൺസിസ്റ്റൻസി ആക്കി നമ്മുടെ മക്കൾക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കാനുള്ള കമ്മിറ്റ്മെന്റ് തീർച്ചയായും രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്കുണ്ട് എന്നാണ്. ഇനി രണ്ടാമത്തേത്, കർമ്മങ്ങൾ തുടരുന്ന സമയത്ത് നമ്മുടെ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം. ഇപ്പൊ റമദാനിന്റെ പകലിൽ 10 പേജ് ഓതിയ ആളുകളുണ്ട്, ഒരൊറ്റ ജുസ് തീർത്ത ആളുകളുണ്ട്. ഞാനൊരു ക്ലാസ് എടുത്തപ്പോൾ ഒരു സ്ഥലത്ത് മഞ്ഞക്കുളത്ത് ക്ലാസ് എടുത്ത് ഖുർആൻ പാരായണത്തിന്റെയും പൂർത്തീകരിക്കേണ്ടതിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞപ്പോ ആദ്യ 10ന്റെ ഉള്ളിൽ തന്നെ വിശുദ്ധ ഖുർആൻ കംപ്ലീറ്റ് പാരായണം ചെയ്ത് തീർത്ത ഒരു സഹോദരൻ വന്ന് പ്രാർത്ഥിക്കണമെന്ന സന്തോഷം അറിയിച്ചത് ഓർമ്മ വരികയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ തീർത്തവർ നമ്മളിലുണ്ട്. ഒരൊറ്റ ആഴ്ച കൊണ്ട് റമദാനിന്റെ ഫസ്റ്റ് വീക്ക് കൊണ്ട് വിശുദ്ധ ഖുർആൻ കംപ്ലീറ്റ് പാരായണം ചെയ്ത് തീർത്തവര്. അതേപോലെ രണ്ടാമത്തെ 10ൽ രണ്ടാമത്തെ തവണ തീർത്തവർ. ഓരോ 10ലും 114 സൂറത്തുകളും 30 ജുസും ഓതി തീർത്തവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ അതൊക്കെ റമദാനിൽ നമുക്കൊരു ദിവസം 20 പേജും 2 ജുസും ഒക്കെ ഓതും. റമദാൻ കഴിഞ്ഞാൽ പല ആളുകളും അത് പൂട്ടി ഷോക്കേസിലേക്ക് വെക്കും. ഖുർആന് പിന്നെ തൊടാനും പൊടി പിടിക്കുന്ന രൂപത്തിൽ അങ്ങനെ എടുത്തു വെക്കത് പാടില്ല. അപ്പൊ അതിന് തുടർച്ചയാണ്. വൈകല്ല, അല്പം കുറഞ്ഞാലും വേണ്ടിയില്ല. എന്റെ വീട്ടിൽ എന്റെ ജീവിതത്തിൽ ഖുർആനുമായുള്ള ബന്ധത്തിൽ ഒരു പേജെങ്കിലും ഓതാത്ത ഒരു ദിനുണ്ടാകൂല. അള്ളാഹു നൽകിയ വായു, അള്ളാഹു നൽകിയ വെളിച്ചവും അവൻ നൽകുന്ന നിഅമത്തും ആസ്വദിച്ച് അനുഭവിച്ച് ശ്വസിച്ച് കഴിച്ച് കുടിച്ച് മുന്നോട്ട് പോകുമ്പോ അവന്റെ കലാം റമദാനിൽ അതിന്റെ പാരായണ പഠനം പരിമിതപ്പെടുത്താതെ റമദാൻ കഴിഞ്ഞാലും അതിന്റെ പ്രോസസ്, ആ സൽക്കർമ്മം ഞാൻ തുടർന്നു കൊണ്ടിരിക്കുമെന്ന ഒരു ദൃഢനിശ്ചയം, ഒരു പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നിട്ട് മക്കളോട് പറയാം, മഗ്‌രിബിന് ശേഷം ഒരു 3 മിനിറ്റ് മതി, നീ സൂറത്തുൻ നാസ് ഓതിയാ മതി എന്ന് പറയാ. നാസ് ഓതാൻ 2 മിനിറ്റ് മതിയാകും. പക്ഷെ അതൊരു ടാസ്കാണ്. അത് നിങ്ങൾ നിരീക്ഷിക്കുക. കുട്ടികൾക്ക് ഖുർആൻ എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടോ? അത് ഓപ്പൺ ചെയ്യുമോ? അവരതിന് മെനക്കെടുമോ? ആ മെനക്കെടാൻ പാകത്തിലും അവർക്ക് അതിന് പിന്നെ അത് ചെയ്യിപ്പിക്കാൻ പാകത്തിലും അവരിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടോ? അതിൻ്റെതായ ഒരു ജനാധിപത്യ കൂടിയാലോചന രൂപത്തിൽ അത് നമ്മുടെ വീട്ടിൽ ആ ഒരു കൾച്ചർ നിലനിർത്താൻ സാധിക്കുമോ? നമുക്ക് പരിശോധിക്കാവുന്നതാണ്. റമദാനിൽ അത് പറ്റും. പക്ഷെ ആഫ്റ്റർ റമദാൻ വാട്ട് വിൽ ഹാപ്പൻ ഇൻ അവർ ഫാമിലി? റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ, കുടുംബത്തിൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ഖുർആൻ കണക്ട് ചെയ്ത് നമ്മൾ ആലോചിക്കുക. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു മിനിമം നിലവാരം 10 പേജ് ഓതിയവർ 1 പേജ് ഓതുക, അല്ലേ? 10 പേജ് ഓതിയവർ 1 പേജ് സുബഹിക്ക് ശേഷം, അതേപോലെ തന്നെ മഗ്‌രിബിന് ശേഷം എന്ന നിലക്ക്. അപ്പൊ അതിന് നമുക്ക് തുടർച്ച ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ തന്നെ മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് അനുഷ്ഠിച്ചവരാണ് നമ്മൾ. 1 മാസത്തോളം നിർബന്ധ നോമ്പ് അനുഷ്ഠിച്ചു. അപ്പൊ ഇതും ഒരു പാഠമാണ്. എന്തിനു വേണ്ടി? തുടരുന്നതിന് വേണ്ടി. എല്ലാം നമുക്ക് നിശ്ചിത അളവിൽ തുടരേണ്ടതുണ്ട്. പറ്റ ബന്ധം ഇസ്ലാമീയത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. അപ്പൊ 1 മാസം നിർബന്ധ നോമ്പ് UP സ്കൂളിൽ പഠിക്കുന്ന, ഹൈസ്കൂളിൽ പഠിക്കുന്ന, LP സ്കൂളിൽ പഠിക്കുന്ന ചെറുതും വലുതുമായ നമ്മുടെ മക്കളൊക്കെ ആവേശത്തോടെ നോറ്റു, നമ്മൾ അവരെ നോൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ ശവ്വാലിൽ 6 നോമ്പുണ്ടാകും. അപ്പൊ ആ മാസത്തിൽ പ്രത്യേകം നമ്മൾ നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും, തിങ്കളും വ്യാഴവും ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിലും 6 നോമ്പ് നോൽക്കുവാനുള്ള അവസരമുണ്ട്, അല്ല? അപ്പൊ അതിൽ നമ്മൾ തീർച്ചയായിട്ടും ആ നോമ്പ് നോൽക്കാൻ വേണ്ടിയിട്ട് പറയാം. അതല്ല എങ്കിൽ ഒരു തിങ്കളാഴ്ച, കുട്ടികൾ 1 മാസം നമ്മൾ നിർബന്ധ നോമ്പ് അനുഷ്ഠിച്ചല്ലോ, അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും കുളിർമ നൽകി, തിന്മകൾക്ക് പരിചയമായി വർത്തിച്ചു. ഇനിയാണ് നമുക്ക് പരിചയം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് നോമ്പ് എന്ന് പറയുന്ന കർമ്മത്തിന്റെ തുടർച്ച ഐച്ഛിക നോമ്പ് ഉൾപ്പെടുത്തി നിർവഹിക്കാം. അതിൽ എല്ലാ ആഴ്ചയിലും തിങ്കളും വ്യാഴവും നോൽക്കണമെന്നില്ല. ആദ്യം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലക്ക്, അങ്ങനെയല്ലോ, ഒരു ബുദ്ധി, നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ഘട്ടം ഘട്ടമായി ചെയ്യുന്നതിലാണ് അവസാനം അതിന്റെ വിജയകരമായിട്ടുള്ള തുടർച്ചയിലേക്കും നേടലിലേക്കും എത്തുക എന്നതാണ് അതിന്റെ ഒരു സയൻസ്. പ്രവാചകൻ ഈ ഹദീസിൽ പറഞ്ഞത് ഒരു ഫിലോസഫിക്കൽ ആൻഡ് സയന്റിഫിക്കൽ തോട്ടും സെയിൻസുമാണിയത്. കർമ്മങ്ങൾ നിങ്ങൾ നിശ്ചിത അളവിലെങ്കിലും തുടരണം എന്ന് പറഞ്ഞത് അതാണ് ആ വിജയത്തിന്റെ നിദാനാണ്. അതങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹിക്മത്ത് കൂടി അതിലുണ്ട്. ഏതായിരുന്നാലും അപ്പൊ നോമ്പ് കുട്ടികളോട് പറയാ, എല്ലാ മാസവും ഒരൊറ്റ സിംഗിൾ നോമ്പ്, ഒരു നോമ്പെങ്കിലും നമ്മൾ നോൽക്കണം, ഒരു തിങ്കളാഴ്ചയെങ്കിലും നോമ്പ് നോൽക്കണം. അങ്ങനെ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് നോമ്പ് നോറ്റാൽ, അപ്പൊ നമ്മുടെ മക്കളിൽ ടീനേജ് പ്രായത്തിലുള്ളവരും അതല്ലാത്തവരും കുടുംബത്തിലുള്ളവരൊക്കെ ഒരു സുന്നത്ത് നോമ്പെങ്കിലും ആഴ്ചയിൽ നോൽക്കുക, മാസത്തിൽ 1 or 2 നോൽക്കുക. അങ്ങനെ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുക. മറ്റ് ധാർമ്മികമായ നല്ല അന്തരീക്ഷം, മാനസികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടകങ്ങളിൽ നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയും. അവ ഭേദപ്പെട്ട രൂപത്തിൽ നിശ്ചിത കർമ്മങ്ങൾ നിരന്തരമായി നിർവഹിക്കുക എന്നിടത്തേക്ക് റമദാൻ കഴിഞ്ഞാലും നമ്മുടെ കുടുംബ ജീവിതത്തിലും പടച്ചറപ്പുമായി ബന്ധപ്പെട്ട ദീനിന്റെ ഇതര വിധിവിലക്കുകളിലും നമുക്ക് ആക്ടിവിറ്റി
ആക്ടിവിറ്റീസും അജണ്ടകളും ഉണ്ടാകണം. ഇത് സെറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ നമ്മൾ വിജയിക്കും. അതല്ല എങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ ഇനി നേരിടേണ്ടി വരും. പാടെ റമദാനിക ജീവിതത്തിന്റെ ചൈതന്യം വളരെ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. അതേപോലെ അവസാനമായി സൂചിപ്പിക്കുവാനുള്ളത്, നമ്മളിൽ ആരൊക്കെയാണ് നിഫാക്ക് കലർന്നവർ, കാപട്യം കലർന്നവർ എന്ന് ആരും ആരോപിക്കാതെ, ആരും ആക്ഷേപിക്കാതെ അവരവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ടൈമും ദിനവും കടന്നു വരികയാണ്. അല്ലേ? നമ്മളിൽ നിഫാക്ക് ഉണ്ടോ ഇല്ലേ, കാപട്യമുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് പടച്ചറബിലേക്ക് തിരിച്ചു നടക്കാനും കുറച്ചൊക്കെ ഒരു കോൺഷ്യസ് ആകാനും കഴിയും, ചിന്തിക്കുകയാണ് എങ്കിൽ. കാരണം അതിൽ പ്രവാചകൻ പറഞ്ഞു, മുനാഫിക്കുകൾക്ക്, കപട വിശ്വാസികൾക്ക് നിർബന്ധ നമസ്കാരങ്ങളിൽ വലിയ പ്രയാസവും ഭാരവുമായി അവർക്ക് തോന്നാറുള്ളത്, പലപ്പോഴും അസാന്നിധ്യം കാണിക്കാറുള്ളത് ഇശാ നമസ്കാരത്തിനും സുബഹി നിസ്കാരത്തിനുമാണ് എന്നാണ്. മുനാഫിക്കുകൾക്ക്, കപട വിശ്വാസികൾക്ക് പല പ്രശ്നങ്ങളുണ്ട്. വായ തുറന്നാൽ കളവ് പറയുക, അതേപോലെ വിശ്വസിച്ചാൽ ചതിക്കുക, വാക്ക് പറഞ്ഞാൽ ലംഘിക്കുക, ഇങ്ങനെയുള്ള പല ഇതുണ്ട്. അതിൽ ഒന്നിതാണ് അവർക്ക് ഇശാ നിസ്കാരവും സുബഹി നിസ്കാരവും അവർക്ക് ടാസ്ക് ആണെന്നാണ്. അപ്പൊ ഈ തഖ്വയും ഈമാനും ഇഖ്ലാസുള്ള വിശ്വാസികൾക്ക് അത് ആനന്ദവുമാണ്. കാരണം ഇത് പ്രവാചകൻ പറഞ്ഞു, ആ രണ്ട് നമസ്കാരത്തിന്റെ പ്രാധാന്യവും മഹത്വവും ഫضലും നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ ഇഴഞ്ഞുകൊണ്ടാണെങ്കിലും നിരങ്ങിയാണെങ്കിലും നിങ്ങൾ പള്ളിയിലേക്ക് എത്തുമായിരുന്നു എന്നാണ്. അപ്പൊ ആ എത്തൽ നമ്മൾ റമദാനിൽ ഒരു മാസത്തിൽ നമ്മൾ അത്താഴം കഴിച്ച് സുബഹി ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് വന്ന് ശീലിച്ചു എങ്കിൽ ഇനി നമ്മളിൽ ആ വിഷയത്തിൽ ഇഖ്ലാസും ഈമാനും തഖ്വയും കുറഞ്ഞു പോകരുത്. അതിൽ നമ്മൾ ഒരിക്കലും നിഫാഖിന്റെ അംശം നമ്മുടെ മനസ്സിലേക്കും കർമ്മത്തിലേക്കും കടന്നു വരരുത്. കാരണം സുബൈക്ക് ആ ടൈമിൽ എഴുന്നേൽക്കുന്നത് വലിയ അനുഗ്രഹവുമാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് അതിന്റെ പ്രഭാതത്തിൽ നീ അനുഗ്രഹം ചൊരിയണമേ എന്നാണ്. അപ്പൊ പ്രഭാതത്തിൽ പടച്ചറബിനോട് നിർവഹിക്കേണ്ട കടമ പൂർത്തിയാക്കി പ്രവാചകൻ 14 നൂറ്റാണ്ട് മുമ്പ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പങ്കുവച്ച പ്രവാചകന്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളാനുള്ള മഹാഭാഗ്യം റമദാൻ കഴിഞ്ഞാലും നമ്മിലും മക്കളിലൊക്കെ നിലനിൽക്കണമെങ്കിൽ സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് കടന്നു വന്ന് പടച്ചറബിന് സുജൂദ് ചെയ്തുകൊണ്ട് ഒരു ദിനത്തെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ആത്മീയമായ എനർജിയും സിനർജിയും നേടിയെടുക്കുന്ന വിശ്വാസികളിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം. അപ്പൊ നോമ്പാണ് ഇവിടെ പറയുന്നത്, നിർബന്ധ നോമ്പാണ് റമദാനിൽ ഇവിടെ പറയുന്നത്. ഹിജ്റ വർഷത്തിലെ 9-ാം മാസം റമദാനാണ് യാത്രയാകുന്നത്. അതൊരു വാർഷിക പ്രോസസിന്റെ ഭാഗമാണ്. പിന്നെ 10-ാം മാസം ശവ്വാൽ വരും, പിന്നെ ദുൽഖഅദും ദുൽഹിജ്ജയും ഒക്കെ വരും. മാസങ്ങൾ മാറിപ്പോകും. മനസ്സ് മാറാതെ, കർമ്മങ്ങൾ നിലച്ചു പോകാതെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുവാനുള്ള അങ്ങേയറ്റത്തെ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, ഇസ്തിഅദാദുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ റമദാനിന്റെ അവസാന സമയം. ഇൻഷാ അല്ലാഹ് നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ സമയവും അതേപോലെ തന്നെ കൂടുതൽ ആസൂത്രണവും ഒക്കെ നമ്മൾ നടത്തേണ്ടത്. വ്യക്തിപരമായി ഒരുങ്ങുക, ദാമ്പത്യത്തിൽ ചർച്ച നടത്തുക, കുടുംബത്തിലും വീട്ടിലുമൊക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റം നമ്മൾ നടപ്പിലാക്കുക. ബാക്കി നമ്മൾ ജമാഅത്ത് മറ്റു നിസ്കാരങ്ങളായിരുന്നാലും ദാനധർമ്മങ്ങളായിരുന്നാലും റമദാനിൽ ശീലിച്ച നമ്മുടെ സ്വഭാവ സംസ്കാര മേഖലകൾ, സഹനം, വിട്ടുവീഴ്ച, കാരുണ്യഹസ്തം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റമദാൻ കഴിഞ്ഞാലും നിലനിർത്തേണ്ടതാണ്. അതിന് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഖുർആനിൽ ആയത്ത് ഓതിയ ആളുകൾക്കൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ പടപ്പുകൾ കിടക്ക് മനുഷ്യർക്കിടക്ക് നിർവഹിക്കണമെന്നും പടച്ചറബിനോട് നിർവഹിക്കേണ്ട വിവിധ ഇബാദത്തുകളുടെ ഫضലും പ്രാധാന്യവും അതിന്റെ ടൈമിങ്ങും ഒക്കെ അള്ളാന്റെ ആയത്തിൽ നിന്നും ഹദീസുകളിൽ നിന്നും അവ രണ്ടും ചേർത്ത് വെച്ച ഉത്ബോധനങ്ങളിൽ നിന്നും ഖുത്ബകളിൽ നിന്നും ഒക്കെയായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിന്റെ തുടർച്ചയും ഉണ്ടാകണം. റമദാൻ മാസത്തിൽ നിർബന്ധ നോമ്പ് മാത്രമാണുള്ളത്. റമദാൻ അല്ലാത്ത കാലത്ത് ബാക്കിയെല്ലാം ഉണ്ട്. ഒറ്റ വാക്കിൽ മനസ്സിലല്ലേ? റമദാനിൽ നിർബന്ധ നോമ്പ് മാത്രം. റമദാൻ കഴിഞ്ഞാൽ റമദാനിൽ എന്തൊക്കെ നമ്മൾ ശീലിച്ചിട്ടുണ്ടോ അതെല്ലാം തുടരേണ്ടതുണ്ട് എന്നാണ് അതിന്റെ ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ മെസ്സേജ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിന്റെ അവസാന സമയം വരെ അതിന്റെ സർവ്വ വിധിവിലക്കുകളും മാനിച്ച് പാലിച്ച് ധർമ്മനിഷ്ഠയോടെ റമദാൻ ആചരിക്കുവാനും അതുവഴി റമദാനിന് ശേഷം റമദാനോളമുള്ള ദീനീ ജീവിതം കർമ്മങ്ങളുടെയും ധർമ്മങ്ങളുടെയും സദാചാരത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും വഴിയിൽ ഉറപ്പുവരുത്തുവാനും ഭാഗ്യം ലഭിക്കുന്ന, ശ്രദ്ധ കാണിക്കുന്ന, ആസൂത്രണം നടത്തുന്ന, വിവേകം കാണിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച നമ്മുടെ റമദാനിക ജീവിതത്തിലെ എല്ലാ കുറവുകളും പടച്ചറബേ നീ അഫൂവ് മാപ്പ് നൽകുന്നവനാണ്. ഗഫൂർ നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. നീ പൊറുത്ത് പരിഹരിച്ച് തരയണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങൾ നോറ്റ നോമ്പ്, ഞങ്ങളുടെ രാത്രി നമസ്കാരം, ഞങ്ങളുടെ തറാവീഹുകൾ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ, അള്ളാഹുവേ ഞങ്ങളുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് നമസ്കാരം, തഹിയ്യത്ത് നമസ്കാരം,
ദീനിന്റെ ഭാഗമായി നിർവഹിച്ച സർവ്വ ഇബാദത്തുകളും നീ സ്വീകരിക്കണമേ നാഥ. അതിലൊക്കെ പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നീ പുറത്തു തരയണമേ റബ്ബേ. ഞങ്ങളുടെ നോമ്പിലൂടെ റയ്യാൻ എന്ന കവാടം വഴി സ്വർഗത്തിൽ കടക്കുന്ന അനുഗ്രഹീതരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഖുർആനിക ബന്ധം പരലോകത്തും ബർസഖിയായ ജീവിതത്തിലും ഞങ്ങൾക്ക് അനുകൂലമായ അനുഗ്രഹവും അനുകൂലമായി ശുപാർശ പറയുന്നതുമാക്കി തീർക്കണമേ നാഥ. അള്ളാഹുവേ, വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറുന്നതിന് വേണ്ടിയുള്ള ഒരു മാസത്തെ പരിശീലനത്തോട് ഞങ്ങൾ വിട പറയാനിരിക്കുകയാണ്. അള്ളാഹുവെ, തുടർന്ന് വരുന്ന മാസങ്ങളിലും ഈ ഉമ്മത്തിന്, ഞങ്ങളുടെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക് വിശുദ്ധ ഖുർആനിന്റെ വിധിവിലക്കുകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറുവാനുള്ള അനുഗ്രഹീതമായ നിമിഷവും സന്മാർഗവും നീ നിലനിർത്തി തരയണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ഉറ്റബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അള്ളാഹു അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും പാപമോചനവും കാരുണ്യവും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങൾ നിർവഹിക്കുന്ന സമാപനത്തിൽ ഫിത്ർ സക്കാത്തിലൂടെ എന്തെങ്കിലും പാകപ്പിഴവ് ഇനിയും ശേഷിക്കുന്നു എങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. അള്ളാഹുവേ, ഈദിന്റെ സുദിനത്തിൽ പടച്ചറബെ നിന്നെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഈദ്ഗാഹുകളിലേക്ക് കുടുംബസമേതം സമയത്തിന് മുമ്പേ എത്തിച്ചേർന്ന് അല്ലാഹു അക്ബർ എന്ന തക്ബീറുകൾ മൊഴിച്ച് ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ മറ്റൊന്നുമല്ല വലുത്, നീയാണ് ഏറ്റവും വലിയവൻ എന്ന മെസ്സേജ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആദർശം കൊണ്ടും ജീവിതം കൊണ്ടും ഏറ്റെടുക്കുന്ന തക്ബീറിന്റെ സന്ദേശം നാവുകൾക്കപ്പുറം ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് ഇസ്ലാമിക ഉമ്മത്തിൽ വന്നു ഭവിച്ച പരീക്ഷണങ്ങളെ നീയാണ് വലിയവൻ എന്ന പ്രഘോഷണം നടത്തിക്കൊണ്ട് അതിജീവനം നേടിയെടുക്കാൻ പറ്റുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണമേ, ഉൾപ്പെടുത്തണമേ നാഥ. അള്ളാഹുവെ, വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന പശ്ചിമേഷ്യൻ ജനത, അനേക ലക്ഷം ഞങ്ങളുടെ സഹോദരങ്ങൾ അന്നവിഷയത്തിൽ പരദേശികളും വിദേശികളുമായി അവിടെ ജോലി ചെയ്യുകയാണ്. അള്ളാഹുവെ, കാര്യങ്ങൾ നീ അനുകൂലമാക്കി തീർക്കണമേ നാഥ. എല്ലാ രാജ്യത്തേക്കും തങ്ങളുടേതായ ഹിഡൻ അജണ്ടകളുമായി കടന്നു ചെന്ന് സാമ്രാജ്യത്തെ സൈനിസ്റ്റ് താല്പര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവരെ നീ നിന്ദ്യമാക്കി തീർക്കണമേ നാഥ. പടച്ചറബെ, അവരുടെ നാശത്തിലേക്ക് വന്നു ഭവിച്ച സംഭവങ്ങൾ നീ എത്തിക്കണമേ റബ്ബേ. ഇസ്ലാമിക ഉമ്മത്തിന് നീ ഇസ്സത്തും ഐക്യവും പ്രദാനം ചെയ്യണമേ നാഥ. ഉച്ചകോടി കൂടി ചർച്ചകൾ നടത്തി പിരിഞ്ഞു പോകുമ്പോ ഈ ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ന്യായത്തിന്റെയും നീതിയുടെയും മനുഷ്യാവകാശത്തിന്റെയും കൂടെ അടിയുറച്ചു നിൽക്കുവാനുള്ള കെൽപ്പ്, ദീനീബോധവും മാനവിക ബോധവും ഭരണാധികാരികൾക്ക് നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അവരും ഞങ്ങളുമൊക്കെ ജീവിതത്തിലുള്ള ഭൗതിക പ്രമത്തത കൊണ്ട് ഏതെങ്കിലും തരത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നു ഭവിച്ച് അവരുടെയും ഞങ്ങളുടെയും ആ പാകപ്പിഴവുകളിലൂടെ ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ നാഥ, ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ നാഥ. ചെയ്തു പോയ തെറ്റുകൾ നിന്നോട് ഏറ്റുപറയുകയാണ്, പല രൂപത്തിലും വീഴ്ചകൾ സംഭവിച്ചു പോയതാണ്. അതുവഴി ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ റബ്ബേ. വന്നു ഭവിച്ച പരീക്ഷണത്തിൽ നീ തുറവി നൽകണമേ നാഥ. നിന്നിലേക്ക് ഞങ്ങൾ രഹസ്യ പരസ്യമായി ചെയ്ത തെറ്റുകൾ തൗബയിലൂടെ ഏറ്റുപറഞ്ഞ് തിരുത്താൻ ആഗ്രഹിക്കുമ്പോൾ അല്ലാഹുവേ, പൂർണ്ണമായ പാപമോചനം ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണമേ നാഥ. മക്കൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ ഉപജീവനം അല്ലാഹുവേ, അവരുടെ പരീക്ഷയിലും ഞങ്ങളുടെ ഉപജീവനത്തിലും ന്യായമായ ആഗ്രഹങ്ങളിലും ആവശ്യങ്ങളിലും നീ വിജയവും പൂർണ്ണതയും തൗഫീഖും പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم انصر إخواننا في فلسطين، اللهم انصر المظلومين في غزة، اللهم انصر المظلومين في إيران، اللهم انصر المظلومين في الشرق الأوسط، اللهم انصر المظلومين في البلدان الخليج، اللهم انصر المظلومين في جميع أنحاء العالم. اللهم دمر من دمرهم، أهلك من أهلكهم، اللهم مزق من مزقهم، اللهم دمر أفكار الصهيونيين، اللهم دمر أعداء الإسلام والسلام والتعايش والعدل. اللهم إنا نسألك العفو والعافية من ديننا ودنيانا وأهلنا ومالنا. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا تقبل صيامنا وقيامنا وأذكارنا وصلاتنا وزكاتنا وصالح أعمالنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.